ഖുവ്വത്ത് വേണം, നശാത്ത് വേണം. ഫത്ഹുൽ മുഈനിൽ പ്രത്യേകം തന്നെ എഴുതിയിട്ടുണ്ട്, നശാത്ത് നിസ്കാരത്തിലേക്കൊക്കെ പോകേണ്ടത് ഉന്മേഷത്തോടു കൂടിയാണ്, ഉറക്കം തൂങ്ങിയ അവസ്ഥയിലല്ല. അപ്പൊ ആരോഗ്യം വലിയ നിഅമത്താണ്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ ചേർത്ത് തരട്ടെ. മതം, വിശുദ്ധ ഇസ്ലാം മനുഷ്യന്റെ ആരോഗ്യത്തിന് വലിയ പ്രാധാന്യം നൽകിയ മതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും വലിയ ആരോഗ്യത്തോടെ ജീവിച്ചവരാണ്. മനസ്സിലാക്കണം. നമ്മുടെ നേതാവ് എന്ന് പറഞ്ഞിങ്ങനെ ഒടിഞ്ഞു തൂങ്ങുന്ന ശരീരം കൊണ്ട് ജുമാക്കൊക്കെ വന്നിട്ട് പള്ളിന്റെ ചുമര് നോക്കിയിരിക്കുന്ന ആളൊന്നുമല്ല. പള്ളിയിലൊക്കെ തൂണില്ലെങ്കിൽ ചില ആള് ജുമാക്കന്നെ വരൂല്ല എന്ന് എന്റെ പേടി. നബി സല്ലല്ലാഹു വയസ്സുള്ള ആൾ ഇരുന്നോളിട്ടോ, വയസ്സുള്ള ആൾ ചാരി ഇരുന്നോളി. ഞാൻ വയസ്സുള്ള ആളെന്ന് എന്റെ പ്രസംഗത്തിൽ കൂട്ടണയില്ല, നിങ്ങൾക്ക് ആർക്കും അങ്ങനെ തോന്നരുത്. ഞാൻ ചെറിയ ആളുകളുടെ വിഷയം പറയുള്ളൂ, ചെറുപ്പക്കാരുടെ കാര്യമാണ് പറയുന്നത്. നേരത്തെ ഇവരെ പള്ളിയുടെ പിറകിൽ ആ ചുമര് ചാരിയിരിക്കുക. ഏറ്റവും ശക്തനായ ഒരു നേതാവിന്റെ അനുയായികളാണ് നമ്മൾ. അപ്പൊ ആരോഗ്യം എന്നുള്ളത് ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഒരു മുസ്ലിം വിശ്വാസിയാവുന്നതോടുകൂടി ആരോഗ്യവാൻ കൂടിയാവണമെന്നാണ് മതത്തിന്റെ താല്പര്യം. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി കിതാബ് മുസ്ലിമിൽ ബാബുൽ ഖദർ എന്ന അധ്യായത്തിൽ ഒരു ഹദീസ് പറയുന്നു, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വ അഹബ്ബു ഇലല്ലാഹ്. അല്ലാഹുവിങ്കൽ ഏറ്റവും ഖൈറായവൻ, അല്ലാഹുവിന്റെ അടുത്ത് വലിയ ഖൈറായ ആള്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളയാൾ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളയാള്, ഏറ്റവും ഖൈറായവൻ അൽ ഖവിയ്യു, ശക്തിയുള്ള സത്യവിശ്വാസിയാണ്. അൽ മുഅ്മിനുൽ ഖവിയ്യു, ശക്തിയുള്ള സത്യവിശ്വാസിയാണ്. മിനൽ മുഅ്മിനിൽ ലഈഫ്, ശാരീരിക ക്ഷമത കുറഞ്ഞു പോയ ആളുകളെക്കാൾ. ഇത് രോഗം വന്ന ആളുകളെ നിസ്സാരമാക്കിയിട്ട് പറഞ്ഞ ഹദീസൊന്നുമല്ല, ളുഅഫായിനെ ചെറുതാക്കി പറഞ്ഞൊന്നുമല്ല. ഈ ഹദീസ് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, നീ ജീവിക്കണ കാലം മുഴുവൻ ആരോഗ്യത്തോടെ ജീവിക്കാൻ ശ്രമിച്ചോളി എന്ന മോട്ടിവേഷനാണ്, താല്പര്യം ജനിപ്പിക്കലാണ്. അതിപ്പോ അങ്ങനെ തന്നെയാണല്ലോ. വീട്ടിൽ ഏറ്റവും നന്നായി പഠിക്കണ കുട്ടികളോട് മാതാപിതാക്കൾക്ക് ഇത്തിരി സ്നേഹം കൂടും. ക്ലാസ്സിൽ ഏറ്റവും പഠിക്കണ ഒരു വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ അധ്യാപകന്മാർക്ക് അധ്യാപികമാർക്ക് അവരോട് ഇത്തിരി സ്നേഹം കൂടും. എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹത്തെ മനസ്സിലാക്കുകയും അതിനെ പരിപാലിക്കേണ്ടുന്ന രൂപത്തിൽ പരിപാലിക്കുകയും അതിനെ നിലനിർത്തുകയും ചെയ്തവരോടാണ് അല്ലാഹുവിന് കൂടുതൽ താല്പര്യം. അല്ലാഹുവിങ്കൽ കൂടുതൽ ഖൈറായവൻ മിനൽ മുഅ്മിനിൽ ലഈഫ്. ജീവിതത്തിൽ പല കാര്യങ്ങളും ശ്രദ്ധിക്കാതെ ശരീരം തളർന്നു പോയ ആളുകളെക്കാൾ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ ആരോഗ്യമുള്ള ആളാണ്, സ്വഹാബത്ത് വലിയ ആരോഗ്യവാന്മാരാണ്. എന്ന് വെച്ചാൽ അവരുടെ കൂട്ടത്തിൽ രോഗികൾ ഉണ്ടായിട്ടില്ലേ? രോഗികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. രോഗം രണ്ട് രൂപത്തിലാണ്, പരീക്ഷണ രോഗം, ശിക്ഷാരോഗം. നമുക്കൊന്നും പരീക്ഷണ രോഗം വരില്ല. പരീക്ഷണ രോഗം വരിക എന്നുള്ളത് വലിയ കാര്യമാണ്, അതൊരുപാട് അനുഗ്രഹങ്ങൾ നേടാൻ പറ്റുന്ന കാര്യമാണ്. ശിക്ഷാരോഗം എന്ന് പറയുന്നത് വകുപ്പ് മാറ്റാ. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ശിക്ഷാരോഗത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, രോഗങ്ങൾ എല്ലാവർക്കും ഒരേ രൂപത്തിൽ വരുന്നതല്ല. ചില ആളുകൾക്ക് അല്ലാഹു തന്റെ അടിമയെ പരീക്ഷിക്കാൻ വേണ്ടി രോഗം തരും. നബി അയ്യൂബ് അലൈഹിസ്സലാമിനെ പോലെയുള്ള അമ്പിയാക്കളിൽ, അയ്യൂബ് അലൈഹിസ്സലാമിനെ പോലെയുള്ള അമ്പിയാക്കൾക്ക് അല്ലാഹു പരീക്ഷണാടിസ്ഥാനത്തിൽ രോഗം കൊടുക്കും. അതുപോലെ മഹാന്മാരായ ഔലിയായിനും അല്ലാഹു രോഗം കൊടുക്കും പരീക്ഷിക്കാൻ. എന്റെ അടിമ ഞാൻ കൊടുത്ത രോഗത്തിൽ ക്ഷമിക്കുന്നുണ്ടോ? ആ അവസ്ഥയെ അവര് തൃപ്തിപ്പെടുന്നുണ്ടോ? ക്ഷമയും തൃപ്തിയും രണ്ടാണ്. ഒന്ന് ക്ഷമിക്കുക, അള്ളാഹു തന്ന രോഗമല്ലേ, ക്ഷമിക്കാം.
ഒന്ന് തൃപ്തിപ്പെടുക ആ അവസ്ഥയെ. എൻ്റെ പരിപാലകനായ രക്ഷിതാവ് എനിക്ക് ഈ അവസ്ഥയാണ് തന്നിരിക്കുന്നത്, റളീന ബില്ലാ. എൻ്റെ രക്ഷിതാവ് എനിക്ക് ഈ അവസ്ഥ തന്നിരിക്കുന്നു, റളീന ബില്ലാ. ഇത് ക്ഷമയല്ല, ഇത് തൃപ്തിയാണ്. അതിനേക്കാൾ ഗ്രേഡ് കുറഞ്ഞതാണ് ക്ഷമ. അപ്പൊ പറഞ്ഞു വന്നത്, ഇസ്ലാം ആരോഗ്യത്തിന് വലിയ പ്രാധാന്യം നൽകിയ മതമാണ്. വിശ്വാസം എന്ന, ഈമാൻ എന്ന നിഅമത്ത് ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ദുനിയാവിൽ അള്ളാഹുവിങ്കൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ നിഅമത്ത് ശരീരത്തിന്റെ സിഹത്താണ്, ആരോഗ്യമാണ് എന്നത് നാം മനസ്സിലാക്കി വെച്ചിട്ട് വേണം ഈ ക്ലാസ് ശ്രദ്ധിക്കാൻ. സാധാരണ പലപ്പോഴും സ്വർഗലോകത്തെ സുഖങ്ങളെ കുറിച്ചാണ് നാം വഅദ് പറയാറുള്ളത്, അല്ലെങ്കിൽ ഖബറിലെയും നരകത്തിലെയും അദാബിനെ കുറിച്ചാണ് വഅദ് പറയാറ്. ഇതാണ് ഏറ്റവും ഉയർന്ന വഅദ്, സംശയമൊന്നും വേണ്ട. വഅദിന്റെ കൂട്ടത്തിൽ ഏറ്റവും നിലവാരമുള്ള വഅദ് എന്ന് പറയുന്നത് മരണത്തെക്കുറിച്ച് പറയുന്ന വഅദ് തന്നെയാണ്, സ്വർഗത്തിലേക്ക് ആഗ്രഹം ജനിപ്പിക്കുന്ന വഅദ് തന്നെയാണ്. ഇപ്പൊ ഇവിടെ പറയുന്ന വഅദ് ഏതാണ്, പ്രസംഗം ഏതാണ്, ക്ലാസ് ഏതാണ്? ദുനിയാവിലെ സ്വർഗം, ദുനിയാവിലെ നരകം. അസ്സിഹ്ഹതു നിഅമത്തും മിനൽ ജന്ന, അസ്സിഹ്ഹതു നിഅമത്തും മിനൽ ജന്ന. ഒരു മനുഷ്യൻ രോഗമില്ലാത്ത ശാരീരിക അവസ്ഥയിലാണ് ഇവിടെ ജീവിക്കണതെങ്കിൽ സ്വർഗീയമായ അനുഗ്രഹം ആസ്വദിക്കുന്നവനാണ്. അൽഹുമ്മാ മിൻ ഫൈഹി ജഹന്നം. രോഗങ്ങൾ അനുഭവിക്കുന്നവനാണെങ്കിൽ നരകീയമായ ചില അവസ്ഥകളെ ആസ്വദിക്കുന്നവനാണ്. മിൻ ഫൈഹി ജഹന്നം. അപ്പൊ നരകീയമായ അവസ്ഥകൾ ഒരാളിൽ വന്നുപെടുക എന്നുള്ളതാണ് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം രോഗം. ഒരു കാര്യം മനസ്സിലാക്കണം, രോഗം രണ്ട് രൂപത്തിലാണ്: പരീക്ഷണ രോഗം, ശിക്ഷാരോഗം. പരീക്ഷണ രോഗം, ശിക്ഷാരോഗം. അംബിയാ, ഔലിയാ, ആലിമീങ്ങൾ, അതായത് ഉഖറവിയായ ആലിമീങ്ങൾ, അതുപോലെ സ്വാലിഹീങ്ങൾ, നല്ല മനുഷ്യന്മാർ, ഇവർക്കൊക്കെ രോഗങ്ങൾ വരുന്നത് പരീക്ഷണാടിസ്ഥാനത്തിൽ. അള്ളാഹു അവരെ സ്വബർ നോക്കാൻ. എന്താണ് എന്നെക്കുറിച്ച് അവർ പറയണത്? ചില ആളൊക്കെ കണ്ടിട്ടില്ലേ, സൂക്കേടൊക്കെ വന്നിട്ട് നമ്മൾ കാണാൻ പോയാൽ അവർ പറയും, ഞാനെന്തപ്പോൾ കാട്ടുക, അള്ളാഹു എന്നിപ്പോൾ ഇങ്ങനെ ആക്കിയില്ലേ, അള്ളാഹു തന്ന രോഗമല്ലേ, അങ്ങോട്ട് ക്ഷമിക്കന്നെ. അത് പറയാൻ പറ്റുന്ന ആളുണ്ട്, ശരീരത്തോട് ളുൽമ ചെയ്യാത്ത ആളുകൾ, അയ്യൂബ് അലൈഹിസ്സലാമിനെ പോലുള്ള ആളുകൾ. നിങ്ങളിൽ ഒരാൾക്ക് പിടികൂടിയ രോഗം പരീക്ഷണ രോഗമാണെന്ന് ബോധ്യമായാൽ, ശരീരത്തോട് അതിക്രമങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ, ശരീരത്തിന്റെ താല്പര്യത്തിന്, പ്രകൃതിപരമായ താല്പര്യത്തിന് എതിരൊന്നും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്കുറപ്പുണ്ടെങ്കിൽ, നിങ്ങളുടെ രോഗത്തിന്റെ ശിഫാ ലഭിക്കുന്ന ഒരു ആയത്ത്, ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആനിലുണ്ട്. അയ്യൂബ് അലൈഹിസ്സലാം നിർവഹിച്ച പ്രാർത്ഥനയാണത്. അന്നീ മസ്സനിയൽദുർറു വഅൻത അർഹമുർ റാഹിമീൻ. നിങ്ങൾക്ക് പിടികൂടിയ രോഗം പരീക്ഷണ രോഗാണ്. അതെന്റെ പ്രസംഗത്തിന്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ മനസ്സിലാവും. ഞാൻ രോഗിയായത് അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണം കൊണ്ടാണോ? അതല്ല, ഞാൻ രോഗിയായത് എന്റെ ശരീരത്തോട് ളുൽമ ചെയ്തത് കൊണ്ടാണോ? ഒരുത്തൻ തന്റെ ശരീരത്തോട് തിന്മ ചെയ്യുമ്പോൾ അതിനനുസൃതമായ പ്രതിഫലമാണ് അല്ലാഹുവിൽ നിന്ന് അവന് ലഭിക്കുക എന്ന് സൂറത്തുൻ നിസാ. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങളവர்கள் ഫത്ഹുൽ ബാരിയിൽ രോഗം ശിക്ഷാരോഗവും ഉണ്ടെന്ന് പറഞ്ഞത്. ഫത്ഹുൽ ബാരി എന്ന് പറഞ്ഞ വലിയ കിതാബാണ്. ഇസ്ലാമിക ലോകം വലിയ ആദരവോടെ നോക്കിക്കാണുന്ന ഗ്രന്ഥമാണ്. വോള്യം 2 പരിശോധിക്കണം. രോഗങ്ങൾ വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ കരൾ രോഗവും, കിഡ്നി രോഗവും, ക്യാൻസറും, ശ്വാസകോശ രോഗവും, അസ്ഥിരോഗവും, മസ്തിഷ്ക രോഗവും, ഞരമ്പ് രോഗവും, മാനസിക രോഗങ്ങളും വല്ലാതെ വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ ആരോഗ്യവാനായി ജീവിക്കാനുള്ള വഴികളെക്കുറിച്ച്
ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും മനസ്സിലാക്കുക എന്നതാണ് ഒരുമിച്ച് കൂടലിന്റെ ലക്ഷ്യം. ഈ സദസ്സിന്റെ ലക്ഷ്യം അതാണ്. പ്രത്യേകിച്ചും ഈ സദസ്സിന്റെ ഒരു പ്രധാന ഉദ്ദേശം എന്താണ്? ശിക്ഷാരോഗങ്ങൾ വരാതിരിക്കുക എന്നതാണ്. എത്രയെത്ര ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരാണ് ക്യാൻസർ എന്ന മാരകമായ രോഗങ്ങൾ പിടികൂടി കൃത്യമായ പരിചരണമില്ലാതെ മരണത്തിന്റെ ദിവസം കാത്ത് കിടക്കുന്നത്. എത്രയോ ചെറുപ്പക്കാര്, അവർ മദ്യപിച്ചവരോ ഹാൻസ് ഉപയോഗിച്ചവരൊന്നുമല്ല. ചില തിന്മകൾ ശരീരത്തിന്റെ കാര്യത്തിൽ അവരിൽ സംഭവിച്ചു പോയി. ഒരുപക്ഷെ അതൊക്കെ നമുക്ക് നിസ്സാരമാണെന്ന് തോന്നിയേക്കാം. ശരീരത്തിന് അത് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ശരീരത്തിനത് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. കുഞ്ഞുങ്ങൾ ഛർദിക്കണ കണ്ടിട്ടില്ലേ? ചെറിയ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് പാല് കുടിച്ചാൽ ഛർദിക്കുക. ചെറിയ കുഞ്ഞുങ്ങൾ പാല് കുടിച്ച ഉടനെ ഛർദിച്ചുകൊണ്ടിരിക്കും. ശുദ്ധമായതിനെ മാത്രം താല്പര്യപ്പെടുന്ന ഒരു പ്രായം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ശുദ്ധമായതിനെ മാത്രം താല്പര്യമുള്ള ഒരു പ്രായം ഉമ്മമാരെ മനസ്സിലാക്കണം. കുട്ടികളിൽ ശ്വാസകോശ സംബന്ധമായ രോഗം വർദ്ധിക്കുന്ന കാലഘട്ടമാണിത്. ആസ്തമയടക്കമുള്ള ശ്വാസകോശ സംബന്ധമായ രോഗം വർദ്ധിക്കുന്നു. വൈദ്യശാസ്ത്ര പഠനത്തിൽ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞത് പലപ്പോഴും ഉമ്മമാരുടെ മുലപ്പാല് ചീത്തയായത് കാരണത്താലോ മുലയൂട്ടുന്ന ഉമ്മമാര് പഴകിയ ഭക്ഷണം കഴിക്കുന്ന കാരണത്താലോ പുളി ചേർന്ന ഭക്ഷണം കഴിക്കുന്ന കാരണത്താലോ തണുപ്പിച്ച ഭക്ഷണം കഴിക്കുന്ന കാരണത്താലോ കുഞ്ഞുങ്ങൾക്ക് വരുന്ന അസുഖത്തെക്കുറിച്ച് ചർച്ചയുണ്ട്. കാരണം കുഞ്ഞുങ്ങളുടെ ശരീരത്തിന് നല്ലത് മാത്രമേ താല്പര്യമുള്ളൂ. ഇതന്നെയാണ് എല്ലാവരുടെ കാര്യത്തിലും. ഭക്ഷണം ഹലാല് മാത്രം ആയാൽ പോലെ ത്വയ്യിബൻ. എന്താണ് ഈ